നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാറ്റുലി 90.4. അക്ഷരങ്ങളിൽ എന്റെ നാട് ഏഴാമതൂഴം. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വയനാട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ ഏഴാമത് ഊഴമാണിത്. എഴുത്തുവഴികളിലൂടെ അനേകർക്ക് ദിശാബോധം നൽകിയ എഴുത്തുകാരും വായനയെ ജീവതാളമാക്കി മാറ്റിയ ഗ്രന്ഥശാല പ്രവർത്തകരുമാണ് ഈ ഊഴത്തിൽ നമുക്കൊപ്പം എത്തുന്നത്. നിർവഹണം ഷാജൻ ജോസ്. നിർവഹണ സഹായം സുധീർ PK. ശരീരത്തെ കീഴടക്കിയ രോഗത്തെ ആത്മവിശ്വാസത്തോടെ ചിരിച്ച് നേരിട്ട് മലയാളത്തിന്റെ മഹാനടനായ ഇന്നസെന്റിന്റെ ക്യാൻസർ വാർഡിലെ ചിരി എന്ന കൃതി മികവാർന്ന ഒരു പാഠപുസ്തകമാണ്. ക്യാൻസർ ഒരു മരണ വാറന്റാണെന്ന് പറഞ്ഞിരുന്നവരോട്, നിരാശരായി മാറിയവരോട് ഈ രോഗത്തെ ഭയക്കേണ്ടതല്ല എന്ന് ജീവിതം കൊണ്ട് പറഞ്ഞുവെച്ച എഴുത്തുകാരനാണ് ഇദ്ദേഹം. എല്ലാ കാലവും ഏറ്റവും സന്തോഷകരമായി ജീവിക്കാനുള്ള ഔഷധമാണ് ചിരി എന്നും ജീവിതത്തിന്റെ ദശാസന്ധികളെ നേരിയ ചിരിയോടെ നേരിടാൻ കഴിഞ്ഞാൽ ആത്മവിശ്വാസവും അതുവഴി രോഗമുക്തിയും ഉണ്ടാവും എന്ന് ഇദ്ദേഹം അനുഭവത്തിലൂടെ കാണിച്ചു തരുന്നു. രോഗപ്രതിരോധത്തിനു വേണ്ടിയുള്ള ഒരുപാട് രാസപ്രവർത്തനങ്ങൾ ചിരിയിലൂടെയും ഫലിതങ്ങളിലൂടെയും തനിക്ക് ലഭ്യമായിട്ടുണ്ട് എന്നും വെറുതെ ടെൻഷൻ അടിച്ച് തന്റെ ജീവിതത്തെ കാർന്നു തിന്നാൻ ഒരു ഞണ്ടിനെയും താൻ അനുവദിക്കില്ല എന്നും ഈ ചിരിയുടെ സുൽത്താൻ പറഞ്ഞു പോകുമ്പോൾ ഇത് അനേകർക്ക് പ്രതീക്ഷാ ഗോപുരമായി മാറുന്നു. ജീവിതത്തിലായാലും മരണത്തിലായാലും സങ്കടപ്പെടുന്ന മനുഷ്യർക്ക് നൽകാൻ തൻ്റെ കയ്യിലുള്ള ഏക ഔഷധം ഫലിതമാണ് എന്ന് ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലൂടെ സഞ്ചരിച്ച ഈ ഹാസ്യ സാമ്രാട്ട് സ്വജീവിതത്താൽ സാക്ഷ്യപ്പെടുത്തുന്നു. നിരന്തരമായ കീമോയും വിലയേറിയ മരുന്നുകളും ഡോക്ടർ ഗംഗാധരന്റെയും സംഘത്തിന്റെയും പിഴയില്ലാത്ത ശ്രദ്ധയും ചികിത്സയുമാണ് മരണവക്കിൽ നിന്ന് തിരികെ കൊണ്ടുവരാൻ തൻ്റെ ക്യാൻസർ കുടുംബത്തിന് പ്രചോദനമായത് എന്ന് ഇദ്ദേഹം പറഞ്ഞുവെക്കുന്നു. രോഗം ബാധിക്കുന്ന ഓരോ മനുഷ്യനെയും ഭൂമിയിൽ നിന്ന് ജീവനറ്റുപോകാതെ കാത്തുപരിപാലിക്കുന്നത് ഏറെ പ്രിയപ്പെട്ടവരാണ്. ആശുപത്രി കിടക്കകളിൽ പ്രജ്ഞയറ്റുപോവാതെ ചുറ്റുമുള്ളവർക്ക് ഭാരമാവാതെ ഇത്തരം രോഗാവസ്ഥകളെ ചിരിയിലൂടെ മറികടക്കാൻ കഴിയും എന്ന് നിരന്തരം പറയുന്ന ഇദ്ദേഹത്തെ ഡോക്ടർ ഗംഗാധരൻ വിശേഷിപ്പിച്ചത് ഇന്നസെന്റ് എന്നാൽ ക്യാൻസറിനുള്ള മരുന്ന് എന്നാണ്. വേദനകളിൽ പ്രതീക്ഷയും സന്തോഷവും കണ്ടെത്താൻ കഴിയുമെന്ന് പറഞ്ഞുവെക്കുന്ന ഈ കൃതിയെ പരിചയപ്പെടുത്തുന്നത് കമ്മന അക്ഷരജ്യോതി ഗ്രന്ഥശാലയുടെ പ്രവർത്തകയായ ആഞ്ചലീന റോസാണ്. പഠനത്തിരക്കുകൾക്കിടയിലും വായനയും ഗ്രന്ഥശാല പ്രവർത്തനങ്ങൾക്കും സമയം മാറ്റിവെക്കുന്ന ഈ മിടുക്കി ലൈബ്രറി ബാലവേദിയുടെ ഭാരവാഹിയായിരുന്നു. കഥാപ്രസംഗത്തിൽ സംസ്ഥാന തലത്തിൽ സ്കൂൾ കലോത്സവത്തിൽ പുരസ്കാരം നേടിയ ആഞ്ചലീനയുടെ വാക്കുകളിലൂടെ അനുഭവങ്ങളിലൂടെ നമുക്ക് ഈ മഹാനടന്റെ രോഗപ്രതിരോധ മാർഗങ്ങളെ കേട്ടെടുക്കാം. മലയാളത്തിലെ എക്കാലത്തെയും ഇഷ്ട ചലച്ചിത്ര നടനായിരുന്ന 2023 അന്തരിച്ച ഇന്നസെന്റിന്റെ അതിമനോഹരമായൊരു പുസ്തകമാണ് ക്യാൻസർ വാർഡിലെ ചിരി. മലയാളി മനസ്സിനെ ഒത്തിരി ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിക്കുകയും അത്ഭുതത്തിൽ ആഴ്ത്തുകയും ചെയ്ത ഒരു മഹാനടനാണ് ഇന്നസെന്റ്. ക്യാൻസർ വാർഡിലെ ചിരി എന്ന ചെറിയ പുസ്തകത്തിലൂടെ തനിക്ക് ക്യാൻസർ രോഗം ആണെന്ന് തിരിച്ചറിയുന്ന നിമിഷവും അതിനുശേഷമുള്ള തന്റെ ജീവിതവും ചികിത്സാ കാലഘട്ടവും ഭാര്യ ആലീസിന് ക്യാൻസർ പിടിപെടുന്നതും ക്യാൻസറിനെ അതിജീവിക്കുന്നതും പഴയ പോലെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് എത്തിപ്പെടുന്നതുമെല്ലാമാണ് വിവരിക്കുന്നത്. 2014 ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. 100,000-ലധികം കോപ്പികൾ വിറ്റഴിഞ്ഞ പുസ്തകമാണിത്. വിവിധ ഭാഷകളിലായി 30ഓളം പതിപ്പുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 11ഓളം കുറിപ്പുകളാണ് ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത്. പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് ശ്രീകാന്ത് കോട്ടയ്ക്കലാണ്. ഇതിലെ അവസാന താളുകളിലായി അശോകൻ ചെരുവിൽ, നടൻ മോഹൻലാൽ, ഒപ്പം ശ്രീകാന്ത് കോട്ടയ്ക്കൽ എന്നിവരുടെയും ഇന്നസെന്റിനൊപ്പമുള്ള തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഹാസ്യം കലർന്ന ഈ ചെറിയ പുസ്തകം ഒരു മടുപ്പുമില്ലാതെ വളരെ അനായാസമായി വായിച്ചവസാനിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ക്യാൻസർ എന്ന ഭീകരമായ അസുഖത്തെ പറ്റിയുള്ള പുസ്തകമാണെങ്കിലും വളരെ ശാന്തമായി ലളിതമായി വായനക്കാരന് വായിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്നസെന്റ് എന്നാൽ ഇപ്പോൾ ക്യാൻസറിനുള്ള ഒരു മരുന്നാണ് എന്ന് അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർ VP ഗംഗാധരൻ പറയുന്നു. ഒത്തിരി ചിത്രങ്ങൾ ചേർത്ത് വെച്ച ഒരു പുസ്തകമാണിത്. വായനയെ കൂടുതൽ ആകർഷകമാക്കാൻ ഇതിലെ ചിത്രശേഖരം സഹായിക്കുന്നു.
ആൽഫ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ വക്താവായിട്ടുള്ള ഇന്നസെന്റിന്റെ സുഹൃത്തുകൂടിയായ നൂറുദ്ദീൻ വഴിയാണ് ഇതിലെ പ്രചാരകനായിട്ട് ഇന്നസെന്റ് കടന്നുവരുന്നത്. ഞാനും ഈ ക്യാൻസർ ലോകവുമായി എന്ത് ബന്ധമാണുള്ളതെന്ന് ആ സമയത്ത് ഇന്നസെന്റ് ചിന്തിക്കുന്നുണ്ട്. അതിനുശേഷമാണ് അവിടുത്തെ രോഗികളെ പോലെ തന്നെ താനും ക്യാൻസർ ബാധിതനാണെന്ന് ഇന്നസെന്റ് മനസ്സിലാക്കുന്നത്. ഇന്നസെന്റിന്റെ രോഗകാലഘട്ടത്തിൽ അദ്ദേഹത്തെ സഹായിച്ച മറ്റൊരു വ്യക്തിയാണ് ഡോക്ടർ ലിസി. ഡോക്ടർ ലിസിയും അർബുദബാധിതയായിരുന്നു. ഡോക്ടർ ലിസിയെക്കുറിച്ചും അവരുടെ പരിചരണത്തെക്കുറിച്ചും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. നർമ്മവും ചിരിയും സ്നേഹവുമാണ് ജീവിതത്തിലെ പ്രധാന ഔഷധമെന്ന് ഇതിൽ പറഞ്ഞു വെക്കുന്നു. തന്റെ വേദനകളിൽ തന്നോടൊപ്പം നിന്ന, എല്ലാം അവസാനിച്ചു എന്ന് തോന്നിയ നിമിഷത്തിൽ തനിക്ക് ധൈര്യം നൽകിയ ഓരോ ആളുകളെയും നന്ദിയോടെയും സ്നേഹത്തോടെയും ഈ പുസ്തകത്തിലൂടെ ഇന്നസെന്റ് ഓർക്കുന്നു. അഹല്യ മണി എക്സ്ചേഞ്ച് പരസ്യചിത്രത്തിൽ അദ്ദേഹം അഭിനയിക്കുന്നത് അഭിനയ ജീവിതം നിലച്ചു എന്ന് തോന്നുന്ന സമയത്താണ്. അത് തന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നടക്കുന്നതിന്റെ ആനന്ദം ഇന്നസെന്റിൽ നിറയ്ക്കുന്നുണ്ട്. അർബുദം എന്ന ഈ രോഗം ശാരീരികമായും മാനസികമായും അദ്ദേഹത്തെ ഒത്തിരി മാറ്റിയിരുന്നു. എന്നാൽ മാറാത്തതായി ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ തമാശകളും ഹാസ്യചിന്തകളുമായിരുന്നു. ഇരിഞ്ഞാലക്കുടയിലെ പാർപ്പിടം എന്ന വീട്ടിൽ ഇന്നസെന്റ് ക്യാൻസർ ബാധിതനായി കഴിയുമ്പോൾ അദ്ദേഹത്തെ കാണാൻ വരുന്ന വിവിധ സന്ദർശകരെക്കുറിച്ചും അവരുടെ സംഭാഷണങ്ങളെക്കുറിച്ചും വളരെ ഹാസ്യം നിറഞ്ഞ രീതിയിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. സിനിമാക്കാർ, നാട്ടുകാർ, പുരോഹിതർ, സുഹൃത്തുക്കൾ, രാഷ്ട്രീയക്കാർ തുടങ്ങി നിരവധി പേർ അദ്ദേഹത്തെ സന്ദർശിക്കാനായി എത്തിയിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും വ്യത്യസ്തമായ രീതിയിലാണ് ഈ രോഗത്തെ വീക്ഷിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നാട്ടിലെ ഫ്രൂട്ട്സ് കച്ചവടക്കാരനെ കുറിച്ച് പോലും അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഇന്നസെന്റിനെ സന്ദർശിക്കാൻ വരുന്നവർ ഫ്രൂട്ട്സുമായിട്ടാണ് എത്തിയിരുന്നത്. കടക്കാരന് നല്ല കച്ചവടമായിരുന്നതിനാൽ തന്നെ അദ്ദേഹം നല്ല സന്തോഷത്തിലായിരിക്കും എന്ന് ഇന്നസെന്റ് ചിന്തിക്കുന്നു. ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളവരെ ആദ്യം വിളിക്കും എന്ന് പൊതുവെ പറയാറുണ്ട്. ദൈവത്തിന് തന്നോടുള്ള ഇഷ്ടം കുറയാനായി ഒരു യാത്രയിൽ വഴിയിൽ ഒരു കപ്പേളയുടെ മുന്നിലെത്തുമ്പോൾ രൂപക്കൂട്ടിലേക്ക് നോക്കി ഇന്നസെന്റ് കൊഞ്ഞനം കുത്തുന്നുണ്ട്. അങ്ങനെയെങ്കിലും ദൈവത്തിന് അസ്വസ്ഥത വരികയും തന്നോടുള്ള സ്നേഹം അല്പമെങ്കിലും കുറയുകയും അതുവഴി അങ്ങോട്ടുള്ള വിളിയുടെ വേഗത കുറയുകയും ചെയ്യും എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. ഇതുപോലെ നിരവധി തമാശകൾ നമുക്ക് ഈ പുസ്തകത്തിലുടനീളം കാണാനാകും. ദൈവത്തിന്റെ മറ്റൊരു പേരാണ് ഡോക്ടർ എന്ന് ഇന്നസെന്റ് പറയുന്നു. നഴ്സുമാരെക്കുറിച്ചും അവരുടെ പരിചരണത്തെക്കുറിച്ചും നന്ദിയോടെ അദ്ദേഹം ഓർക്കുന്നു. രോഗികൾക്കും ക്യാൻസർ ബാധിതർക്കുമൊക്കെ സമ്മാനിക്കാനാവുന്ന ഒരു മനോഹര പുസ്തകമാണ് ക്യാൻസർ വാർഡിലെ ചിരി. അത്ഭുതം തോന്നുന്ന രീതിയിൽ പല പ്രശ്നങ്ങളെയും ഇന്നസെന്റ് തരണം ചെയ്യുന്നു. ഇടുക്കി ജില്ലയിൽ ഷൂട്ടിങ്ങിലായിരിക്കുമ്പോഴാണ് തനിക്ക് ക്യാൻസർ ഉണ്ടെന്ന് അദ്ദേഹം സംശയിക്കുന്നത്. ഒന്ന് പതറിയെങ്കിലും വലിയ ഡയലോഗ് അദ്ദേഹം കാണാതെ പഠിക്കുകയും സീൻ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. ജീവിത പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനുള്ള തന്ത്രങ്ങൾ ഈ പുസ്തകം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. വലിയൊരു ജീവിത വെളിച്ചം ഈ പുസ്തകം നമുക്ക് പകർന്നു തരുന്നു. ഇതും കടന്നു പോകും എന്ന ധൈര്യം, എത്ര വലിയ രോഗത്തെയും ശാസ്ത്രീയമായി മറികടക്കാൻ കഴിയും എന്ന സന്ദേശം എല്ലാമാണ് ഈ ചെറിയ പുസ്തകം തരുന്നത്. ഇന്ന് 5ാം ക്ലാസ്സിലെ കുട്ടികൾ ഈ പുസ്തകത്തിലെ ഒരു ഭാഗം പഠിക്കുന്നുണ്ട്. ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി വന്നാലും മനോധൈര്യവും പ്രത്യാശയും നഷ്ടപ്പെടുത്താതെ മുന്നോട്ടു പോകണം എന്നതാണ് ഈ പുസ്തകത്തിന്റെ സന്ദേശം. ചിരിയും സ്നേഹവും പരസ്പര പിന്തുണയും മനുഷ്യനെ കഠിന സാഹചര്യങ്ങളിലും താങ്ങി നിർത്താൻ കഴിയും എന്ന ആശയം ഈ ലേഖനം മനോഹരമായി അവതരിപ്പിക്കുന്നു. നിങ്ങളുടെ വായനകളിൽ ഈ പുസ്തകവും ഇടം പിടിക്കട്ടെ എന്നാഗ്രഹിക്കുന്നു. അക്ഷരങ്ങളിൽ എൻ്റെ നാടിൻ്റെ അടുത്ത അധ്യായത്തിൽ ജൂൺ 25-ന് അർമേനിയൻ വംശഹത്യയുടെ കഥ പറയുന്ന ഏലിഫ് ഹഫാക്കിന്റെ ഇസ്കാംബൂളിലെ ഹറാംപിറപ്പുകൾ എന്ന കൃതിയെ വെള്ളമുണ്ട വിജ്ഞാൻ ലൈബ്രറി പ്രവർത്തകനായ അഭിനന്ദ് എസ് ദേവ് അവതരിപ്പിക്കും. അക്ഷരങ്ങളിൽ എൻ്റെ നാട് 7ാമതൂഴം. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വയനാട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ 7ാമത് ഊഴമാണിത്. എഴുത്തുവഴികളിലൂടെ അനേകർക്ക് ദിശാബോധം നൽകിയ എഴുത്തുകാരും വായനയെ ജീവതാളമാക്കി മാറ്റിയ ഗ്രന്ഥശാല പ്രവർത്തകരുമാണ് ഈ ഊഴത്തിൽ നമുക്കൊപ്പം എത്തുന്നത്. നിർവഹണം ഷാജൻ ജോസ്. നിർവഹണ സഹായം സുധീർ പി.കെ.